വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒണിയൻ ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒണിയൻ ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇത് നല്ലെണ്ണയാണ്, അതായത് എള്ളെണ്ണ, അത് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു തമിഴ്നാട് ഡിഷായതുകൊണ്ടാണ് ഞാൻ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതൊരു 2 മീഡിയം സൈസ് സവാളയാണ്, അതിട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴന്നു വന്നാൽ മാത്രം മതി, അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇതോടൊപ്പം ഇതിലേക്ക് ഒരു 4 വറ്റൽമുളകാണ്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകും പിന്നെ ഒരു 4 കാശ്മീരി ചില്ലി മുളകും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ നോർമൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ സവോള തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇതൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 ഇല കറിവേപ്പിലയാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു വളരെ ചെറിയ കഷ്ണം പുളിയാണ്. ഇത് നിങ്ങൾ നോക്കിയതിന് ശേഷം കൂടുതൽ പുളി വേണമെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ പുളിയെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 1-2 നുള്ള് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് അരയാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടാം. താളിച്ചിടുന്നതിനായിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എള്ളെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്നി ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ല ചൂട് ദോശയുടെ കൂടെ നമുക്ക് കഴിക്കാൻ നല്ലൊരു ചട്നിയാണ് ഇത്.